أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ സീരീസിലെ മൂന്നാമത്തെ സെഷനിലാണ് നമ്മളുള്ളത് അല്ലേ? എത്രാമത്തെ ആയത്താണ് ഇത്? 11 അല്ലേ? 11ാമത്തെ ആയത്താണ്. ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താ? കാരണം ഏറ്റവും വലിയ ആയത്താണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? അത്വലു ആയ മിനൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അവിടെ പറഞ്ഞു ഈ ആയത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? കടമാണ്. ഇപ്പം നമ്മൾ സാധാരണ കടം, ഇത്ര സൗണ്ട് വേണ്ട, കുറച്ച് കുറക്കാം, വിസ്ലിംഗ് വരും. കടം എന്ന് പറയുന്നത് വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ പറയും ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആയത്ത് നമ്മൾ സാധാരണ ഓതി പാരായണം ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറച്ച് പറയലാണ്. നമുക്ക് കുറച്ച് ഓതിയിട്ട് ഇങ്ങനെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അർത്ഥം പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യൂലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹ്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഓതാ അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹ്. ഖുറാനിൽ കിട്ടിയില്ലേ? 282 അല്ലേ? കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ, പേജ് നമ്പർ 48.
നമുക്ക് ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എൻ്റെ അർത്ഥം പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞോളൂ. ഏയ് സത്യവിശ്വാസികളെ, ഇദാ തദായൻതും, കടം ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. കടം എന്നുള്ളതിന് എന്താ പറയുക അറബിയിൽ? ദൈൻ എന്ന് പറയാം. ദൈൻ ദൈൻ അത് നമ്മൾ എഴുതുമ്പോൾ ദാല് യാ നൂൻ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഹർക്കത്തിട്ടുള്ള ഈ ദീനെന്നും വായിക്കും. അപ്പോൾ ദൈൻ എന്നാണ് നമ്മൾ സന്ദർഭത്തിൽ നിന്ന് കോണ്ടെക്സ്റ്റിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈൻ കടം. അപ്പോൾ അതിൻ്റെ തദായന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തഫാഅല വസ്നി എന്ന് പറയാം അറബിയിൽ. ഓരോ വാക്കിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, വസ്നി എന്നാണ് അതിന് പറയാം. അപ്പോൾ അതായത് തഫാഅല എന്ന അച്ചിൽ വരുമ്പോൾ, ആ സ്ട്രക്ചറിൽ വരുമ്പോൾ പരസ്പരം ചെയ്യുന്നതിനാണ് പറയാം. അങ്ങനത്തെ മീനിങ് അതിന് കിട്ടുക. തഫാഅല തദായന എന്ന് പറയുമ്പോൾ പരസ്പരം കടം വാങ്ങുക എന്നുള്ള അർത്ഥം വരും. ഓക്കെ. അപ്പോൾ ഇതാ തദായൻതും, നിങ്ങൾ പരസ്പരം കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ, ബിദൈനിൻ ഏതെങ്കിലും വല്ല കടവും, ദൈൻ നിങ്ങൾ ആ രൂപത്തിലുള്ള ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ, ഇലാ അജൽ, അജൽ എന്ന് പറഞ്ഞാൽ എന്താ? അജൽ 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 എന്താണ് അറിയോ? എങ്ങനെ? അല്ല, അത് അജിർ എന്നാണ്. അജിർ, ഇത് അജൽ. അജൽ അജൽ എന്ന് പറഞ്ഞാൽ സമയം. വേറെ എവിടെയെങ്കിലും ഈ വേർഡ് വന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? അജൽ അതിവിടെ വന്നു. അജലും മുസമ്മ അഹ്കാഫിലുണ്ട് അജലും മുസമ്മ. അത് അജൽ ഇതന്നെ. വേറെ എവിടെയെങ്കിലും അജൽ നമ്മൾ സാധാരണ ജുമാക്കൊക്കെ ഓതുന്നൊരു ഇതിലുണ്ടല്ലോ, സൂറത്തിലുണ്ടല്ലോ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എന്താണ് അജൽ? അവിടെ അവധി. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു ആൾക്കും നീട്ടിക്കൊടുക്കൂല. ഇദാ ജാഅ അജലുഹ, അതിൻ്റെ അവധി വന്നാൽ ഒന്നും അള്ളാഹു നീട്ടിക്കൊടുക്കൂല അവരുടെ കാലം എന്നാണ്. അപ്പോൾ കാലം, അവധി എന്നൊക്കെയാണ് അജൽ എന്നുള്ളതിൻ്റെ അർത്ഥം. മുസമ്മ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മ നാമം, പേര് എന്നാണ്. അപ്പം മുസമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിശ്ചിത, ഒരു നിർണിത, അതിനൊക്കെ മുസമ്മ എന്നാണ്. അറിയപ്പെടുന്ന എന്നാണ് ശരിക്കും മുസമ്മ, അറിയപ്പെടുന്ന. അപ്പോൾ നമ്മളൊരു കാലം, ഇപ്പോൾ നമുക്കൊരു കടം വേണം, ഒരു 2 മാസത്തെ, അതായത് ഒരു നിശ്ചിത അവധി പറഞ്ഞിട്ട് നമ്മൾ പൈസ വാങ്ങുന്നതിനാണ് കടം എന്ന് പറയാം. അങ്ങനെയുള്ളൊരു നിശ്ചയിക്കപ്പെട്ട സമയം വെച്ചിട്ട് നിങ്ങൾ പരസ്പരം കടം വാങ്ങുകയാണെങ്കിൽ എന്നിട്ട് എന്താ പറയുക? ഫക്തുബൂഹു, ഉക്തുബ് എന്ന് പറഞ്ഞാൽ നീ എഴുതു. ഉക്തുബൂ, നിങ്ങൾ എഴുതൂ. ഫക്തുബൂ, അപ്പോൾ നിങ്ങൾ എഴുതൂ. ഹു എന്ന് പറഞ്ഞാൽ അതിനെ, അത്. അപ്പോൾ നിങ്ങൾ ആ കടം വാങ്ങുന്നുണ്ട് എന്നുള്ളത് എഴുതി വെക്കണം എന്നാണ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ നിർദ്ദേശം. ഇതിൽ പിന്നെ ഇത് ഖുറാനിലെ ഏറ്റവും വലിയ ആയത്താണെന്ന് പറഞ്ഞു. നമ്മൾ അമാനി മൗലവി ഇതിൽ നിന്ന് നമുക്ക് വിശ്വാസികൾക്ക് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ടേക്ക് അവേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് 15 കാര്യങ്ങളാണ് ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവി കൊടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തഫ്സീർ നോക്കിയപ്പോൾ തഫ്സീർ സാദി എന്നാൽ ഏറ്റവും ചെറിയ, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു തഫ്സീറാണ്. അതിൽ അദ്ദേഹം 50 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ ബേസിൽ 50 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണെന്നുണ്ട്. അദ്ദേഹം 50 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ 2 എണ്ണാക്കിയിട്ട് പറഞ്ഞതുണ്ടാവും, പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ടാവും. നമ്മൾ വളരെ ബേസിക്കായിട്ട് ഈ ആയത്തിൽ നിന്ന് എടുക്കേണ്ട ടേക്ക് അവേസ് നമ്മൾ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ഇതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു അവധി പറഞ്ഞിട്ടൊരു പൈസ ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കടം ഇടപാട് നടത്തുകയാണെങ്കിൽ അത് എഴുതി വെക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഓക്കെ, ആ പോർഷൻ, ആ സെൻറ്റൻസ് ഒന്നുകൂടെ എല്ലാവരും. يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه. ഓക്കെ, ബാക്കി വൽയക്തുബ് ബൈനകും. അവിടെ അപ്പോൾ ഒരു ബാ ആയിട്ടാണ് പറയാം. വൽയക്തുബ് ബൈനക്കും എന്ന് പറയണ്ട,
വൽയക്തുബ് ബൈനകും കാതിബും ബിൽ അദ്ൽ വൽയക്തുബ് ബൈനകും കാതിബും ബിൽ അദ്ൽ. ഓക്കെ, വൽ യക്തുബ് എന്ന് പറയുമ്പോൾ അവൻ ചെയ്തു കൊള്ളട്ടെ, ഫൽ യഫ്അൽ ആ രൂപത്തിലാണ് ഇവിടെ വരുന്നത്. അതായത് ഒരാൾ അവനങ്ങനെ ചെയ്യട്ടെ എന്ന് പറയില്ല നമ്മൾ, ആ രീതിയിലാണ് വൽ യക്തുബ്. അപ്പോൾ എഴുതിക്കൊള്ളട്ടെ, അവൻ എഴുതിക്കൊള്ളട്ടെ. ആര്? ബൈനക്കും നിങ്ങൾക്കിടയിലുള്ള കാത്തിബ്. കാത്തിബ് പറഞ്ഞാൽ എഴുത്തുകാരൻ, കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി. ഏത് വേർഡും ഇങ്ങനെ ഫാഇൽ എന്നുള്ള സ്ട്രക്ചറിലാക്കുമ്പോൾ അത് ചെയ്യുന്ന ആൾ എന്നുള്ള മീനിങ് അറബിയിൽ കിട്ടും. സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു. ഇപ്പോൾ കേൾക്കുന്നവൻ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? സാമിഅ. ദഹബ എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ പോകുന്നവൻ എന്ന് പറയണമെങ്കിൽ ദാഹിബ് എന്ന് നോർമലി സാധാരണ ഈ 3 ലെറ്റേഴ്സൊക്കെ ഉള്ള പദങ്ങളെ നോർമലി അങ്ങനെ ഈ ഫാഇൽ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയാൽ അർത്ഥം കിട്ടും. ഓക്കെ, അക്കല എന്ന് പറഞ്ഞാൽ തിന്നു. തിന്നുന്നതെന്ന് പറയണമെങ്കിൽ ആക്കിൽ. പലിശയുമായി ബന്ധപ്പെട്ടൊക്കെ ആക്കിൽ റിബ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പലിശ തിന്നുന്നവൻ എന്നൊക്കെ. അപ്പോൾ ഏതായിരുന്നാലും കാത്തിബ് നിങ്ങളിടയിൽ, കാത്തിബും ബിൽ അദിൽ നീതിയോടുകൂടെ. അദിൽ എന്ന് പറഞ്ഞാൽ നീതി. നമ്മളപ്പോൾ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് എന്നുള്ളതിന് എന്താ പറയുക? വസാറത്തുൽ അദിൽ എന്നാണ് പറയുക, MOJ. അപ്പോൾ നീതിയോടുകൂടെ നിങ്ങളുടെ ഇടയിലുള്ള കാത്തിബ് എഴുതി വെക്കുന്ന ആൾ അത് എഴുതിക്കൊള്ളട്ടെ, എഴുതി വെക്കട്ടെ എന്നാണ്. ഫൽ യക്തുബ് എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥമാണ് കിട്ടുക. ഓക്കെ, ആ ഭാഗം ഒന്നുകൂടെ ഇതെല്ലാവരും. വൽ യക്തുബ് ബൈനകും കാതിബും ബിൽ അദ്ൽ. ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് ഇങ്ങനെ പോവാണ്. പിന്നെ അമാനമൗലിയൊക്കെ പറയുന്ന ഒരു 15 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ തന്നെ റിപ്പീറ്റേഷനാണ് വരിക. അത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഒറ്റൊന്ന് പെട്ടെന്ന് വായിച്ചിട്ട് പോവാം. ബാക്കി നോക്കാം. വലാ യഅബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ്. ولا يأب كاتب أن يكتب كما علمه الله. ولا يأب. أبا എന്ന് പറഞ്ഞാൽ എന്താ? അബ. അബ വസ്തക്ബറ എന്ന് വന്നിട്ടുണ്ട് ഖുറാനിൽ. എന്താ അബ എന്ന് പറഞ്ഞാൽ? വിസമ്മതിക്ക, എനിക്ക് പറ്റൂല എന്ന് പറയാം. വലാ യഅബ വിസമ്മതിക്കരുത്. കാത്തിബുൻ എഴുതി വെക്കാൻ, ഒരാൾക്ക് എഴുതാൻ അറിയുന്ന ഒരാൾ ഞാൻ എഴുതൂല എന്ന് പറയരുത്. ഐ യക്തുബ എഴുതാൻ വേണ്ടിയിട്ട്, കമാ അല്ലമഹുല്ല അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത പോലെ എഴുതാനുള്ള അവസരം കിട്ടിയിട്ട് എഴുതാതിരിക്കരുത്. ഇതെന്താ വെച്ചാൽ 2 ആളുകൾ കടം വാങ്ങുന്ന ആൾ, കടം കൊടുക്കുന്ന ആൾ, ഇവരല്ല എഴുതേണ്ടത്, മൂന്നാമതൊരാൾ എഴുതണം എന്നാണ് ഈ ആയത്തിന് പറയുന്നത്. കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും എഴുതി വച്ചിട്ട് ചെയ്ത എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എഴുതിയിരിക്കില്ലേ? നമ്മൾ തന്നെ സ്വയം എഴുതിയതാണോ? ആണ്. മൂന്നാമതൊരാളെ കൊണ്ട് എഴുതി വെച്ചിട്ട് ഡേറ്റൊക്കെ പറഞ്ഞ് താഴെ ഒപ്പിട്ടൊക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടോ? വളരെ കുറവായിരിക്കും. പക്ഷെ ഇത് നമുക്കുള്ളൊരു നിർബന്ധ കൽപ്പന എന്നുള്ള രൂപത്തിലല്ല എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം ഈ ആയത്തിനെ പറ്റി. എഴുതി വെക്കിയെന്ന് പറഞ്ഞില്ലേ, അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതിൽക്കാണ് ഇതിനെപ്പറ്റി പ്രബലമായ മുഫസ്സിറുകളുടെയൊക്കെ അഭിപ്രായം. അപ്പം ഇത് ചെയ്യാത്തത് കൊണ്ട് പല അനിഷ്ട സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ എത്ര ആൾക്കാരുണ്ട്? കടം കൊടുത്തിട്ട് പ്രശ്നമായ എത്ര ആൾക്കാരുണ്ട്? വെട്ടാൻ മറക്കലുണ്ട്. അതിനാണ് ഈ മൂന്നാമത്തെ ആള് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഈ മൂന്നാമത്തെ ആളെ കാത്തിബിൻ്റെ ഈ എഴുതി വെക്കുന്ന ആളെ പ്രസക്തി എന്താണെന്നുള്ള ഈ ആയത്തിൽ തന്നെ പറയണതാണ്. അതായത് ഇങ്ങനെ എഴുതി വെക്കുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ അവസാനത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മറവി സംഭവിക്കാതിരിക്കും, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും,
പടച്ചോൻ്റെ അടുത്ത് ഏറ്റവും നീതിയുക്തമായിരിക്കും കാര്യങ്ങൾ എന്ന്. അപ്പോൾ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും അല്ലാതെ മൂന്നാമതൊരാൾ എന്ത് വേണം? അത് എഴുതി വെക്കണം എന്നാണ് ആദ്യം പറഞ്ഞത്. വല്യക്തു ബൈനക്കും കാത്തിബും ബിൽഅദ്ൽ, നീതിയോടുകൂടെ നിങ്ങളിടയിലുള്ള ഒരാൾ അത് എഴുതണം. എന്നിട്ട് ഇവിടെ പറഞ്ഞത്, അപ്പോൾ നമ്മളെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ വെറുതെ ഞാനത് ചെയ്യൂല, ഇനിയിപ്പോൾ എനിക്ക് അതിന് നിൽക്കാനാവില്ല എന്ന് വിചാരിക്കരുത്. അയാൾ ചെയ്തു കൊടുക്കണം. അത് എന്ത് വിഷയം പറയുമ്പോഴും നമുക്ക് കഴിയുന്നൊരു കാര്യം, നമുക്കൊരു സർവീസ് പോലെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കരുത്, ചെയ്തു കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞത്. ഓക്കെ. ولا يأب كاتب أن يكتب كما علمه الله. ഓക്കേ. ഓക്കെ. ഫൽയക്തുബ്, വീണ്ടും പറയണം, അവൻ എഴുതിക്കൊള്ളട്ടെ, അവൻ എഴുതട്ടെ. ഓക്കെ. വൽയുംലിലില്ലദീ അലൈഹിൽ ഹഖ്, വൽയുംലിൽ, യുംലിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പറഞ്ഞു കൊടുക്കട്ടെ, പറഞ്ഞു കൊടുക്കട്ടെ. അലൈഹിൽ ഹഖ്, വൽയുംലില്ലദീ അലൈഹിൽ ഹഖ്, കടബാധ്യത ഉള്ളത് ആർക്കാണോ അയാളാണിത് എഴുതാനുള്ള വാചകങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. കട മേടിക്കുന്ന ആൾ, ബാധ്യത വരുന്ന ആൾ. അലൈഹിൽ ഹക്ക് എന്നാൽ കുറേ ഹക്ക് എന്നുള്ളതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അറബി ഭാഷയിൽ. ഹക്ക് എന്ന് നമ്മൾ സത്യം എന്ന് പറയും. ഹക്കുൻ ലി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റൈറ്റാണ്, അവകാശമാണ്. ഹക്കുൻ അല എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലുണ്ടാവുന്ന ബാധ്യതയാണ്. അപ്പോൾ ഇവിടെ അലൈഹിൽ ഹക്കു, ആർക്കാണോ കടബാധ്യത ഉണ്ടാവുന്ന ആൾ, അതായത് കടം വാങ്ങുന്ന ആൾ, കടം വാങ്ങുന്ന ആളാണ് ഈ വാചകം പറഞ്ഞു കൊടുക്കേണ്ടത്. എഴുതുന്ന ആളോട് രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ ഞാനിതാ ഈ മനുഷ്യനിൽ നിന്ന് ഇന്ന ദിവസം ഇത്ര അവധി വെച്ചിട്ട് ഇത്ര രൂപ ഞാൻ വാങ്ങുന്നുണ്ട് എന്ന വാചകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കടം ബാധ്യത ഏൽക്കാൻ പോകുന്ന ആളാണ് അർത്ഥം. അയാളാണിത് പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞു കൊടുക്കണം. ഫൽ യുംലിൽ, അവൻ പറഞ്ഞു കൊടുക്കട്ടെ. ഫൽ യുംലിലില്ലദീ അലൈഹിൽ ഹഖ്, അപ്പോൾ കടബാധ്യത ആരുടെ മേലാണോ ഉള്ളത് അയാൾ ആ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. വൽയത്തഖില്ലാഹ റബ്ബഹ്, ഫൽയത്തഖി, അവൻ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അള്ളാഹുവിനെ, റബ്ബഹു, അവൻ്റെ റബ്ബായിട്ടുള്ള അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഇത് വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്. വലാ യബ്ഖസ് മിൻഹു ശൈആ, ഓക്കെ. വലാ യബ്ഖസ്, അവനൊരു കുറവും വരുത്താതിരിക്കട്ടെ. യബ്ഖസ്, കുറവ് വരുത്തുക. മിൻഹു, അതിൽ നിന്ന്. ഷൈആ, ഷൈആ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, ഷെയ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരു വസ്തു, ഒരു വസ്തുവും അവൻ അതിൽ നിന്ന് കുറവ് വരുത്താതിരിക്കട്ടെ. അതായത് നമ്മൾ കടം പല രൂപത്തിൽ പണമായിട്ടും പല സംഗതികളായിട്ടും ഒക്കെ വാങ്ങുന്നത് എഴുതി വെക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റാളെങ്ങനെങ്കിലും പറ്റിക്കാനുള്ള ഒരു തന്ത്രവും ഇയാൾ ചെയ്യാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് ഉള്ള വാചകങ്ങളിലൂടെ ആ എഴുതുന്ന ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ കടബാധ്യത ഏൽക്കുന്ന, അതായത് കടം വാങ്ങുന്ന ആളുടെ ഡ്യൂട്ടിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് വന്നാൽ, ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. ഇതിൽ പറയുന്നത് കടം കൊടുക്കുന്നതും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യമായി പറഞ്ഞത് വിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കടം ഇടപാട് നടത്തുകയാണെങ്കിൽ അത് എഴുതി വെക്കണം എന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തത് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വെക്കേണ്ട ആൾ ഈ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും അല്ല, നീതിയോടുകൂടെ നിങ്ങളുടെ ഇടയിൽ ഒരു എഴുത്തുകാരനായിട്ടുള്ള ഒരാൾ, മൂന്നാമത്തെ ഒരാൾ വന്നിട്ടാണ് അത് എഴുതി വെക്കേണ്ടത്. ആ എഴുതി വെക്കാനുള്ളൊരു സാഹചര്യം വന്നാൽ നമ്മളാരും അതിൽ നിന്ന് എന്തു ചെയ്യരുത്, പിന്മാറി കളയേണ്ടതില്ല. അത് നമ്മളത് ഏറ്റെടുത്തിട്ട് അത് ഇവർക്കൊരു ഉപകാരം എന്നുള്ള നമ്മളത് എഴുതി കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അടുത്തൊരു കാര്യം പറഞ്ഞത് കടബാധ്യത ആരാണോ ഏൽക്കുന്നത് ആളാണ് വാചകം പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് അയാൾ പറഞ്ഞു കൊടുക്കണം. അയാൾ അള്ളാഹുവിനെ പേടിക്കണം. അയാൾ ഒരു തരത്തിലും മറ്റേ ആളെ വഞ്ചിക്കാൻ ഉള്ള മനസ്സ് അയാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത്രയാണ് നമ്മൾ ഇത്ര പറഞ്ഞ് എത്തിയത്. ബാക്കി പറയാം. فإن كان الذي عليه الحق سفيها, ഫൈൻ കാന അല്ലദീ അലൈഹിൽ ഹഖ്, അലൈഹിൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞു ബാധ്യത ഉള്ള ആൾ.
അലൈഹിൽ ഹക്ക്, ആർക്കാണോ ബാധ്യത ഉള്ളത്. ലഹുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കാണോ കിട്ടാനുള്ളത്. മനസ്സിലായി? ആ ഹക്കിൻ്റെ ലീ എന്നുള്ളതും അല എന്നുള്ളതും ഹക്കിൻ്റെ കൂടെ വരുമ്പോഴുള്ള അറബിയിലുള്ള ഭാഷ നോക്കുക. ഹക്കുൻ ലി എന്ന് പറഞ്ഞാൽ റൈറ്റാണ്. ഹക്കുൻ അല എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഫൈൻ കാനല്ലതി അലൈഹിൽ ഹക്കു. ഇനി കടബാധ്യത ഉള്ള ആള് സഫീഹാണെന്ന് വിചാരിക്കുക. സഫീഹ് പറഞ്ഞാൽ എന്താ? പച്ചപ്പൊട്ടൻ എന്നാണ് പറഞ്ഞത്, മരപ്പൊട്ടൻ എന്നൊക്കെ അല്ലേ നമ്മൾ പറയും. വിഡ്ഢി ആണ് നല്ല മലയാളത്തിൽ പറയണ്ട. ഓക്കെ, സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, വലാ തുഅ്തു സുഫഹാ അംവാലക്കും ഉല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ള പൈസ നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നത്. പണത്തെ പറ്റി അത്രക്കും ഗൗരവമായിട്ടാണ് പറയുന്നത്. വലാ തുഅ്തു സുഫഹാ, നിങ്ങൾ വിഡ്ഢികൾക്ക് കൊടുക്കരുത്. അംവാലക്കും, നിങ്ങളുടെ പണത്തെ. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, പണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്, ചില്ലറ കാര്യമല്ല. അപ്പോൾ ഫിഖ്ഹിലുള്ള ഒരു വിധി തന്നെയാണ് എന്ത്? ചില ആളുകളെ സഫീഹായിട്ട് പ്രഖ്യാപിക്കും. അയാൾ വിഡ്ഢിയാണ്, പിന്നെ അയാളായിട്ട് ഇടപാട് നടത്താൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ആളുകളുണ്ടാവും ചിലപ്പോൾ. പണം, ഫിനാൻഷ്യൽ ലിറ്ററസി പറഞ്ഞാൽ വലിയ വിഷയം. ഇവിടെ നമ്മൾ ക്ലാസ്സൊക്കെ നടത്തിയിരുന്നിട്ട് അല്ലേ? LYC നടത്തിയില്ലേ ഫിനാൻഷ്യൽ ലിറ്ററസി? അപ്പോൾ പഠിക്കേണ്ട വിഷയം. ലിറ്ററസി പല രൂപത്തിലുള്ള ലിറ്ററസി ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പണമിടപാട് എല്ലാവരും നടത്തുന്നതാണ്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഗതി തന്നെയാണിത്, പണം എങ്ങനെ ഇടപാട് നടത്തുക എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ഇതിലൊരു എന്തുണ്ടാവില്ല, ഒരു അതിൻ്റെ ഒരു ബുദ്ധി ഉണ്ടാവില്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അങ്ങനെ പൈസ ചിലവാക്കും. ചിലപ്പോൾ കടം കൊടുക്കും, ഈ പറഞ്ഞ പോലെ എഴുതി വെക്കൊന്നും ചെയ്യാതെ അങ്ങനെ കടം അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അവസാനം പിന്നെ നോക്കുമ്പോഴേക്കും പൈസക്കൊന്നും തുമ്പും താലിമാരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളെ ചിലപ്പോൾ നമ്മളെ സംഘടനൻ്റെയോ എന്തെങ്കിലും ഒന്നിൻ്റെയും തലപ്പത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഈവൻ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ഒരാളാണ്, ഒരു ഗൃഹനാഥനാണെങ്കിൽ ചിലപ്പോൾ പിന്നെ മെല്ലെ ആ വീട്ടിൽ ഉമ്മയായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുക. അതങ്ങനെ വരും, അങ്ങനെ ആവും, അങ്ങനെ ആവണം, നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ ആവും. അപ്പോൾ ഖുർആനിലുണ്ടല്ലോ, അർരിജാലു ഖവ്വാമൂന അലന്നിസ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം നടന്നു. എന്തുകൊണ്ടാണ് പുരുഷൻ ശരിക്ക് സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ അത്രക്കും ആ ഒരു എന്താണ് ഒരു അവകാശം, ആ ഒരു പ്രാമുഖ്യം ഉണ്ടാവുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം, ഒരു കാരണം നിങ്ങൾ പണം വേണ്ട രൂപത്തിൽ ചെലവഴിക്കണോണ്ടാണെന്ന്. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ ശരിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയുകയാണെങ്കിൽ ശരിക്കും അവിടെ എന്താവും, പിന്നെ ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ഉമ്മയായിരിക്കും. അത് സ്വാഭാവികം. ഏതായിരുന്നാലും സഫീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിഡ്ഢി എന്നാണ്. അതായത് പണം എങ്ങനെയാണ് അത് കാര്യം ചെയ്യേണ്ടതെന്ന് അറിയാം. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. കണക്ക് എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഫൈൻ കാനല്ലദീ അലൈഹിൽ ഹക്കു, ഈ ബാധ്യത ഉള്ള ആൾ, അതായത് വാങ്ങുന്ന ആളൊക്കെ സഫീഹൻ, അത് വിഡ്ഢിയായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഔ ദഈഫൻ, അല്ലെങ്കിൽ ഒരു ദഈഫ് എന്നാൽ ദുർബലൻ, അറിയാലോ അല്ലേ? നമ്മൾ ശരിക്കും അറബി നമ്മൾ പഠിക്കേണ്ടത്, ഈ ഖുർആനിൽ ഓരോ പല പുതിയ വേർഡ്സ് പോലും നമ്മൾ വൊക്കാബുലറീസ് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ബേസിക് റൂട്ട് ഖുർആനിലുണ്ടാവും. ഭയങ്കര രസമാണ്. അപ്പോൾ ഖുർആനിലൂടെ ശരിക്കും നമ്മൾ അറബി ഭാഷ പഠിക്കണം. അപ്പോൾ ഏതായിരുന്നാലും ഒരു വിഡ്ഢിയായിട്ടുള്ള ആളാണെങ്കിലോ ഒരു ദഈഫായിട്ടുള്ള ആളാണെങ്കിലോ, അതായത് ദുർബലനായിട്ടുള്ള ഒരാളാണെങ്കിൽ, ഔ ലാ യസ്തതിഉ അയ്യുമില്ല, യുമില്ല നേരത്തെ നമ്മൾ പറഞ്ഞു, ഫൽ യുംലിൽ, എന്തേനും അർത്ഥം? ഫൽ യുംലിൽ അലൈഹി എന്തേനും പറഞ്ഞു? അർത്ഥം എന്തേനും? പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ, ഇപ്പോൾ ഊമയായിട്ടുള്ള ഒരാളാണ്, നാവിന് സംസാരം കഴിയാത്ത ആളാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ 3 ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത്. സഫീഹാവുക, വിഡ്ഢിയാവുക, അല്ലെങ്കിൽ ദുർബലനാവുക, എന്തെങ്കിലും കാരണത്താൽ ദുർബലനാവുക, അല്ലെങ്കിൽ പറയാൻ കഴിയാത്ത ഊമയാവുക. ഇനി അതല്ല, നാട്ടിലില്ലാത്ത വിദേശത്ത് മറ്റെന്തോ ഉള്ള ആളാവുക, അയാൾ നമ്മൾ കണക്ട് ചെയ്യാനൊന്നും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫൽ യുംലിൽ, അപ്പോൾ പറഞ്ഞു കൊടുക്കട്ടെ. ആര്? വലിയുഹു, ആളുടെ രക്ഷാധികാരി, ആൾക്ക് വേണ്ടിയിട്ട് ഈ വാചകം പറഞ്ഞു കൊടുക്കുന്ന ഡ്യൂട്ടി ഏറ്റെടുക്കട്ടെ. ബിൽ ആദിൽ, നീതിയോടുകൂടെ അയാളത് പറഞ്ഞു കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ അടുത്തൊരു കൽപ്പന അതാണ്. പല ആളുകൾക്കും ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഈ കാര്യങ്ങൾ വേണ്ട പോലെ ഡീൽ ചെയ്യാൻ കഴിയണമെന്നില്ല. ബുദ്ധിപരമായി വളർച്ചയില്ലാത്ത ആളുകളുണ്ടാവും, അതിന് കഴിവില്ലാത്തവരുണ്ടാവും,
സംസാരിക്കാൻ കഴിയാത്തവരുണ്ടാവും, നാട്ടിലില്ലാത്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി അവരുടെ വലിയായിട്ടുള്ള രക്ഷാധികാരിയായിട്ടുള്ള ആളെന്ത് ചെയ്യുക, ഈ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ബാക്കി നോക്കാം. വസ്തശ്ഹിദൂ ഷഹീദൈനി മിർ റിജാലികും. ഓക്കെ, ഷഹീദ് എന്താ? സാക്ഷിയാണ്. രക്തസാക്ഷിക്കും തന്നെ പറയാം അല്ലേ, ഷഹീദ്, ശുഹദ. അപ്പോൾ വസ്തശ്ഹിദു, നിങ്ങൾ സാക്ഷികളാക്കുകയും ചെയ്യണം. ഷഹീദൈനി, രണ്ട് സാക്ഷികളെ. അപ്പോൾ ആരൊക്കെ ഇവിടെ ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ? വാങ്ങുന്ന ആളുണ്ട്, കൊടുക്കുന്ന ആളുണ്ട്, എഴുതുന്ന ആളുണ്ട്, രണ്ട് സാക്ഷികളുണ്ട്. ഇത്രയും സംഭവങ്ങൾ വേണ്ട ഒരു പരിപാടിയാണ് എന്ത്? നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫൗറാനിലിട്ടും കഴിഞ്ഞ് അല്ല, അതിന് പ്രശ്നമില്ല. പക്ഷെ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വേറൊരാൾക്കും കൂടി അയച്ചു കൊടുക്കുക. നമ്മൾ അപ്പോൾ ആ ഒരു പിന്നെ ഇതിൽ തന്നെ അടുത്ത ആയത്തിൽ തന്നെ പറയുന്നത് സഫറിൻ ഔലം തജിദു കാത്തിബൻ ഫരിഹാൻ മഖബൂദ ഫഇൻ അമിന ബഅദുക്കും ബഅദ ഒരു പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത്രക്കും വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, നമുക്ക് അത്രക്കും വിശ്വാസമുള്ള ആളാണ്. ചില ആൾക്കാർ നമ്മൾ ഒന്ന് കണ്ട് ചെറിയൊരു പരിചയം ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇങ്ങനെ കടം ചോദിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. എവിടെയോ ഒന്ന് കണ്ടല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊപ്പം പഠിച്ച ആൾക്കാരൊക്കെ കേൾക്കും. പിന്നെ ഒരു 5-8 കൊല്ലമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാവും ഒരു അസ്സലാമു അലൈക്കും എന്നൊരു സലാം അല്ലേ, അങ്ങനത്തെ അനുഭവം ഉണ്ടായില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു അത്രയും അടുത്ത് നമുക്ക് ഒരിക്കലും നമ്മളെ പറ്റിക്കൂല, നമുക്ക് തരാതെക്കൂല. ഇനിയിപ്പോൾ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഓനല്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. തന്നിട്ടില്ലെങ്കിൽ ഓന് ചിലപ്പോൾ ഓൻ്റെ സാഹചര്യം കൊണ്ട് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനത് വിട്ടുകൊടുക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ആളുകളുണ്ടാവും നമുക്ക്. അവരുടെ കേസിൽ ഇനിയിപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതല്ലാത്ത നിലക്ക് സാധാരണ ഒരു നമുക്ക് നമ്മുടെ പരിചയമുണ്ട്, കിട്ടുന്നൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും നമുക്കൊരു ഉറപ്പിനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സാക്ഷികൾ ഇങ്ങനെ വെച്ചിട്ട് വേറൊരാളായിക്കോട്ടെ എഴുതിയേക്കണമെന്നൊക്കെ ആ രൂപത്തിലാണ് ഇത് പോകേണ്ടത് ശരിക്കും. അപ്പോൾ അതാണ് ഫസ്തശ്ഹിദു, നിങ്ങൾ സാക്ഷികളാക്കി നിശ്ചയിക്കണം. ഷഹീദൈനി, രണ്ട് സാക്ഷികളെ. മിൻ റിജാലിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആണുങ്ങളെ. ഇവിടെ പറഞ്ഞ സാക്ഷികളായിട്ട് വെക്കണം എന്ന് പറയുന്നത് രണ്ട് ആണുങ്ങളെ വെക്കണം എന്നാണ് പറയണത്. ഇതിൻ്റെ ബാക്കി കൂടി പറഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യാം. فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى. ഓക്കെ, അതിൻ്റെ മീനിങ് പറയാം. അപ്പോൾ രണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തിലുള്ള രണ്ട് സാക്ഷികളാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ പറയാം ഫഇല്ലം യകൂനാ റജുലൈനി, ഇനി അവിടെ രണ്ട് പുരുഷന്മാരില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരല്ല എങ്കിൽ ഫറജുലുൻ, ഒരു പുരുഷനും വമ്രഅതാനി, രണ്ട് പെണ്ണുങ്ങളും വേണം. മിമ്മൻ തെർലൗന മിന ശുഹദ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന സാക്ഷികളിൽപ്പെട്ട ആളുകൾ. എന്നിട്ട് പറയാണ് അൻ തദില്ല ഇഹ്ദാഹുമ, രണ്ട് പെണ്ണുങ്ങളെന്ന് പറഞ്ഞല്ലോ, അതിലൊരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഓർമ്മപ്പിശകോ എന്തെങ്കിലും മറവിയോ ഒക്കെ സംഭവിച്ചാൽ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റ, മറ്റവൾ എന്ത് ചെയ്യട്ടെ, അത് ഓർമ്മപ്പെടുത്തി കൊടുക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് രണ്ട് സ്ത്രീകളെ എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ എന്താണ്, ഒന്നുകിൽ രണ്ട് പുരുഷന്മാർ, അല്ലെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളെന്ന് പറഞ്ഞു. ഒരു പുരുഷൻ എന്തായാലും വേണം, പിന്നെ ഒരു പുരുഷന് പകരം വേണമെങ്കിൽ രണ്ട് സ്ത്രീകളായാലും പറ്റുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? സ്ത്രീകൾ പൊതുവെ ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ടാണ്? ഓർമ്മ അങ്ങക്കാ കൂടുതലെന്ന് പോലും പറയണേ. പണ്ട് സംഭവിച്ച ഞങ്ങൾ പറയും, പക്ഷെ പൈസ ഒന്നും ആവണമെന്നില്ല. അങ്ങനൊരു കഥ ഉണ്ടല്ലോ അല്ലേ?
പിന്നെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ലോകത്തെ എല്ലാ പുരുഷന്മാരെക്കാളും ലോകത്തെ എല്ലാ സ്ത്രീകളെക്കാളും പുരുഷന്മാർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ കാര്യം ഓർത്ത് വെക്കാനും ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ബുദ്ധി സാമർഥ്യങ്ങളും എന്നൊക്കെ പറയാൻ പറ്റുമോ? കഴിയുമോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് CA-യും CMA എല്ലാ വലിയ കോഴ്സുകളൊക്കെ കഴിയുന്ന എത്രയോ പെണ്ണുങ്ങൾ, എത്ര വലിയ വലിയ കമ്പനികളുടെ CEO സ്ഥാനത്തും ഒക്കെ സ്ത്രീകളുണ്ടല്ലോ. ആ ഒരു ഇത് കാണുമ്പോൾ എന്തേക്കും പറയാം? എല്ലാ സ്ത്രീകളെക്കാളും ബുദ്ധി പുരുഷന്മാർക്കാണോ? ആണോ? ജനറലായിട്ട് പറഞ്ഞാൽ ഇത് പിന്നെ ഇത് പല വ്യാഖ്യാനം കാണാൻ പറ്റും. പിന്നെ ഒന്ന് നമുക്ക് പിന്നെ പടച്ചോൻ ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. ഓക്കെ, ഒന്ന്. പിന്നെ പൊതുവേ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ഈ സാഹചര്യത്തിലൊക്കെ ഈ കച്ചവടത്തിലും കമ്പോളത്തിലും കാൽക്കുലേഷനിലൊക്കെ സ്ത്രീകൾ ഒട്ടും ഇല്ലാത്തൊരു കാലഘട്ടം കൂടിയാണ്. മനസ്സിലായി? പിന്നെ അതാണ് ആ ഒരു വിഷയത്തിലുള്ളത്. പിന്നെ ജനറൽ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പക്ഷേ ഈ സാക്ഷി എഴുതുന്ന വിഷയത്തിൽ എങ്ങനെയാലും ഇതന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളെക്കാളും എല്ലാ സ്ത്രീകളെക്കാളും ബുദ്ധി പുരുഷന്മാർക്കുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിനെ പോലെ തന്നെ, അതായത് പിന്നെ ഒരു കുടുംബത്തിൽ പൊതുവെ പുരുഷന്മാരാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് നോർമലി. പക്ഷെ എല്ലാ കുടുംബത്തിലും അങ്ങനെയാണോ? അല്ല. തിരിച്ചുള്ള കുടുംബങ്ങളില്ലേ? അതൊക്കെ വ്യക്തിപരമായിട്ട് അവിടെ ആ കുടുംബത്തിനകത്തെ നിയമങ്ങളൊക്കെ മാറും. കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ അവിടെയുള്ള സ്ത്രീകളാവും, ഒക്കെ ഉണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ജനറൽ ഒരു കാര്യം പറയുമ്പോൾ അതിന് മാറ്റം വരണമെന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും പിന്നെ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ ബുദ്ധി കൊണ്ടും ഭക്തി കൊണ്ടും പിറകിലാണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. എന്താണ്? നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലൊക്കെ പിന്നെ അശുദ്ധി കാലത്ത് നഷ്ടപ്പെടുന്നുണ്ട്, ഭക്തി കൊണ്ടും പിന്നിലാണെന്ന്. അതുപോലെ തന്നെ സാക്ഷ്യം വഹിക്കുമ്പോൾ പറഞ്ഞത് 2 പെണ്ണുങ്ങൾ വേണം ഒരാണിന് പകരം എന്നുള്ളത് കൊണ്ടെന്നുള്ള ആ ഒരു സാധനം പറഞ്ഞിട്ട് നബി പറയുന്നതാണ്. അതിന് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ദാനധർമ്മം നിർവഹിക്കണം എന്ന് പറഞ്ഞത് ഹദീസ്. സ്ത്രീകളെ വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള നമസ്കാരം നോമ്പും ഒക്കെ നഷ്ടപ്പെടുന്ന സംഭവമുണ്ട്. അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദാനധർമ്മം കൂടുതൽ നിർവഹിക്കണം. നരകത്തിൽ നിങ്ങൾ കൂടുതൽ പ്രവേശിക്കാനുള്ള കാരണമായിട്ട് ആ ഹദീസിൽ എണ്ണി പറഞ്ഞ 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് വർത്താനം കൂടുതലല്ല. ഒന്ന് പറഞ്ഞത് പിന്നെ ബന്ധുക്കളെ തള്ളിപ്പറയുന്നുള്ളതാണ്. ബന്ധുക്കളെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നുള്ളതാണ്. അപ്പോൾ അത് അത്തരം സംഗതികളൊക്കെ അതിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നബി ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടൊക്കെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പ്രത്യേകം വന്നിട്ട് പറഞ്ഞതാണ്. ഞാനിങ്ങനെ നരകൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതിൽ കുറേ പെണ്ണുങ്ങളെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാന്ന് പറയാൻ കഴിയുമെന്നില്ല വേറെ വിഷയം. ഞാൻ നരകം എനിക്ക് കാണിക്കപ്പെട്ടപ്പോൾ അതിൽ കുറേ പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ദാനധർമ്മം കൂടുതൽ നിർവഹിക്കണം എന്ന് പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഇവിടെ പറയുന്ന ഇതിൻ്റെ ഈ കടം എഴുതി വെക്കുന്ന വിഷയത്തിലുള്ള ഫിഖ്ഹിലുള്ള സംഗതി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു പുരുഷനും 2 സ്ത്രീയും അല്ലെങ്കിൽ 2 പുരുഷന്മാരെ വെച്ചിട്ടാണ് ഈ എഴുതി വെക്കേണ്ടത് എന്ന് ഈ ആയത്തിൽ വളരെ കൃത്യമായിട്ട് റെഗുലറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാണ് ولا يأبى الشهداء إذا ما دعوا. ഓതിയോക്ക്. വലാ യഅബ. യഅബ എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു അർത്ഥം എന്താണ്? വിസമ്മതിക്കരുത്. ശുഹദാ, ഷഹീദിൻ്റെ പ്ലൂരൽ ശുഹദ. സാക്ഷികൾ നിങ്ങൾ ഒന്ന് സാക്ഷ്യം വഹിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇതാ മാ ദുഉ, അവർ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങളൊന്ന് സാക്ഷിയാവുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യരുത്? നമ്മൾ വിസമ്മതിക്കരുത്. പിന്നെ ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله. وديكو
അപ്പോൾ നമ്മൾ ചെറുതാകുമ്പോൾ പിന്നെ എഴുതി വെക്കണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. വലാ തസ്അമു, നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. അങ് തക്തുബൂഹു, ആ കടത്തെ എഴുതി വെക്കാൻ. സ്വഗീറൻ ഔ കബീറൻ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇലാജലി, ആ അവധി വരെ ചെറുതോ വലുതോ ആയിട്ടുള്ള കടാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മടിക്കേണ്ട ആവശ്യമില്ല. ദാലികും അഖ്സതു ഇൻദല്ലാഹ് وأقوم للشهادة وأدنى ألا ترتابوا. അപ്പോൾ എന്തിനാണ് ഇത് എഴുതി വെക്കുന്നതിൻ്റെ 3 അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. ദാലിക്കും അഖ്സത്തു ഇൻദല്ലാഹ്. ഖിസ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖിസ്ത് നേരത്തെ നമ്മൾ അദല് പറഞ്ഞില്ലേ, അതിൻ്റെ തന്നെ ഒരു പര്യായമാണ് ഖിസ്ത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അഖ്സത്തു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നീതിയുക്തമായിട്ടുള്ള ഒരു കാര്യമാണത് എഴുതി വെക്കുക എന്നുള്ളത്. വ അഖ്വമു ലിശ്ശഹാദ, നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാനൊക്കെ ഏറ്റവും ബലമുള്ളതുമാണത്. ഒരാൾ സാക്ഷിയായിട്ട് പോകുമ്പോൾ ഇപ്പോൾ അയാൾ അപ്പോൾ എന്തിനാപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആകുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കൊരു ധൈര്യം ഉണ്ടാവും. ഓക്കെ. വ അദ്ന അല്ല തർത്താബു, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലാതെക്കാനും ഈ എഴുതി വെക്കുന്നതുകൊണ്ട് കാരണമാവും. പിന്നീട് നമ്മളിപ്പോൾ കുറേ കാലമായി കടം വാങ്ങിയിട്ട് കൊടുത്തിട്ട് എന്തേനും ഇപ്പോൾ അത് എത്രയും കൊടുത്തീനെ എന്നുള്ളത് ചിലപ്പോൾ സാക്ഷിയും മറക്കും, എഴുതിയാനും മറക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. തെർത്താബ് റൈബ് എന്ന് പറഞ്ഞാൽ സംശയം. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് സംശയമൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണെന്ത്, ഈ കടം വാങ്ങുന്നത് എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അതിൻ്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് ഇവിടെ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നീതിപൂർവമായിട്ട് ഉള്ളൊരു സംഗതിയാണത്. പിന്നെ നമ്മുടെ സാക്ഷ്യം വഹിക്കുന്ന ആൾക്കൊരു ബലമാണത്. നമ്മൾ മറന്നു പോയൊരു സംശയം, സന്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് അത്രയും വിശ്വാസമുള്ള ആൾ തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് പിന്നെ ഒരു സംശയം, ഞാൻ അത്ര തന്നെ ഏനോ കൊടുത്തിനത്, അങ്ങനെ സംശയം ചിലപ്പോൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലൊന്നും. അപ്പോൾ അതിനാണ് ഇത് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എഴുതി വെക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇല്ലാ അൻ തകൂന തിജാറതൻ ഹാദിറ, തിജാറ എന്ന് പറഞ്ഞാൽ കച്ചവടം. ഹാദിറ എന്ന് പറഞ്ഞാൽ പ്രസന്റ് എന്ന് അറിയില്ലേ, ഹാദിർ. അപ്പോൾ തിജാറ ഹാദിറ എന്നാൽ റൊക്കമായിട്ടുള്ള കച്ചവടം, അതായത് അപ്പോൾ പൈസ കൊടുത്ത് കച്ചവടം നടത്തണം, അങ്ങനത്തെ സംഗതി ഉണ്ടല്ലോ. തുദീറൂനഹ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സാധാരണ നടപ്പിലുള്ള നോർമൽ കച്ചവടം ഉണ്ടല്ലോ, അത് ഇല്ലാത്തപ്പോൾ അത് വേണമെന്നില്ല എന്ന് പറഞ്ഞു. നോർമലി നടക്കുന്ന കച്ചവടങ്ങളെ അങ്ങനെ ഓരോന്നും അപ്പം തന്നെ തീരുമാനമാക്കണല്ലോ, പൈസ കൊടുത്തു സാധനം വാങ്ങുക, അപ്പം ഇങ്ങനെ നടന്നിങ്ങനെ പോകണം, അതിങ്ങനെ എഴുതി വെക്കണം എന്നില്ല. ഓക്കെ. ഫലൈസ അലൈക്കും ജുനാഹുൻ അല്ലാ തക്തുബൂഹ, അത് എഴുതി വെക്കണം എന്നില്ല, അതിന് കുറ്റമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. അല്ല, അത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ കുറ്റമില്ല. അല്ലാ തക്തുബൂഹ, അത് നിങ്ങൾ എഴുതാതെ പോയാലും കുറ്റം. എഴുതി വെക്കേണ്ടതല്ല, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. സെൽഫൊക്കെ എഴുതിയൊക്കെ കൊടുത്തൊക്കെ എഴുതിയേക്കാം. പക്ഷെ അതിനിപ്പോൾ ഒരാളെ സാക്ഷിനെ വിളിക്കലും എഴുതാനുള്ള ഒരാളെയും ഒന്നും ആവശ്യമില്ല. അത് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. വഅശ്ഹിദൂ ഇദാ തബായഅ്തും, വഅശ്ഹിദൂ ഇദാ തബായഅ്തും. പിന്നെ പറയാം, നിങ്ങളിങ്ങനെ പിന്നെ വഅശ്ഹിദൂ, നിങ്ങൾ സാക്ഷിയെ വെച്ചോളൂ. ഇദാ തബായഅ്തും, നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ ആണെങ്കിൽ സാക്ഷിനെ വെച്ചോളൂ. അത് വലിയ വലിയ കച്ചവടങ്ങൾ നടത്തുമ്പോൾ, വലിയ സ്കെയിലുള്ള കച്ചവടങ്ങളുണ്ടല്ലോ, ലാർജ് സ്കെയിലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ സാക്ഷിനെ വെച്ചോളൂ എന്നും ഇവിടെ പറഞ്ഞു. എഴുതി വെക്കാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സാക്ഷിയെ വെച്ചോണ്ടു എന്നിവിടെ പറഞ്ഞു. വലാ യുദാറ കാതിബുൻ വലാ ഷഹീദ്. രണ്ട് ടൈപ്പ് ആൾക്കാരെ പറഞ്ഞല്ലോ, കാത്തിബുണ്ട് ഷഹീദുണ്ട്. ആരൊക്കെയായിരുന്നു? കാത്തിബ് പറഞ്ഞാൽ എഴുതുന്ന ആൾ, ഷഹീദ് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുന്ന ആൾ. യുദാറ എന്ന് പറയുമ്പോൾ അതിന് ശരിക്കും 2 മീനിങ് വരും.
അതായത് ഫായിലും ആവും മഫ്ഊലോ, ചെയ്യുന്ന ആൾക്കും ചെയ്യപ്പെടുന്ന ആൾക്കും പറയും. അതായത് എഴുതുന്ന ആളും സാക്ഷ്യം വഹിക്കുന്ന ആളും ഉപദ്രവിക്കുകയും ചെയ്യരുത്, ഉപദ്രവിക്കപ്പെടുകയും ചെയ്യരുത് എന്നർത്ഥം ഇവിടെ കിട്ടും. തഫ്സീറിൽ ഇപ്പോൾ ചില മുഫസ്സിറുകൾ ഉപദ്രവിക്കപ്പെടരുത് എന്നുള്ള മീനിങ്ങിലായിരിക്കും കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ രണ്ടും സാധ്യതയുണ്ട്. ഇപ്പോൾ എഴുതുന്ന ആളോ സാക്ഷ്യം വഹിക്കുന്ന ആളോ മറ്റേ ആൾ പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു തിരിമറിയായി നടത്തണം എന്ന രൂപത്തിൽ അയാളെ സമീപിക്കാൻ പാടില്ല. ഒന്ന് അയാളെ ഉപദ്രവിക്കാം, ഇയാൾ തിരിച്ച് മറ്റേ ആൾ എഴുതുന്ന ആൾ ഇങ്ങോട്ട് ഉപദ്രവിക്കാനും പാടില്ല എന്നർത്ഥം. ഈ രണ്ടർത്ഥത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എഴുതുന്ന ആളും സാക്ഷ്യം വഹിക്കുന്ന ആളും ഒന്നും ഉപദ്രവിക്കാനോ ഉപദ്രവിക്കപ്പെടാനോ ഉള്ള സാഹചര്യം നിങ്ങൾ ആരും ഒരുക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്, സിമ്പിളായിട്ട്. وَإِن تَفْعَلُوا فَإِنَّهُ فُسُوقٌ بِكُمْ വൈൻ തഫ്അലു, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ, ഫഇന്നഹു, അത് തീർച്ചയായും ഫുസൂഖും ബിക്കും, അത് ഫിസ്ക് എന്ന് പറഞ്ഞാൽ അക്രമാണ്, ഫസാദ്. ഫിസ്ക് ഫസാദ് എന്നൊക്കെ പറഞ്ഞാൽ അത് അക്രമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അപ്പോൾ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചു തരും. അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു എന്നാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെയും പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ അതിൽ പിന്നെ പല രൂപത്തിൽ അതിനെ പറയാൻ പറ്റും. ഒന്ന്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പടച്ചവൻ പറഞ്ഞു തരുന്നില്ലേ? ജീവിതത്തിൽ ഓരോ സംഭവങ്ങളെ പറ്റി, ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ, ഈവൻ ഒരു കടം വാങ്ങുക, കടം കൊടുക്കുക, ഈ സാഹചര്യത്തിൽ പോലും എന്തൊക്കെ ചെയ്യാണ്ടെന്നൊക്കെ അള്ളാഹു പറഞ്ഞു തരുന്നില്ലേ എന്ന് ഒന്ന്. പിന്നെ ഇതിൻ്റെ വത്തഖുല്ലാഹിൻ്റെ തൊട്ടടുത്ത് പോയി അല്ലിമുക്കുല്ലാ എന്ന് പറയുമ്പോൾ ചില തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിശദീകരണം, നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ഇപ്പോൾ കുട്ടികൾക്ക്, വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാൻ, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും മാർക്ക് വാങ്ങാനൊക്കെ സാധിക്കണമെങ്കിൽ തഖ്വ കൂടെ വേണം. അള്ളാഹുവിനെ സൂക്ഷിച്ചോളി, പടച്ചോൻ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എന്ന് ആ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കലുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ദസ്തൂർ, നമ്മളൊരു ജീവിത രൂപരേഖയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ സംഗതികളും ഖുർആനിൽ ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ഈ വലിയ സൂറത്തുകളിലൊക്കെ ഇത്തരം അഹ്കാമുകളാണ്, വിധികളാണ് കൂടുതൽ പറയാം. അപ്പോൾ അതിൽപ്പെട്ട ഒരു നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട, എല്ലാ കാലഘട്ടത്തിലും പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണത്. ഇതിൻ്റെ രൂപം മാറും. ഓരോ കാലഘട്ടങ്ങൾ നമ്മൾ എഴുതി വെക്കുക എന്ന് പറയുമ്പോഴും, അന്നത്തെ കാലഘട്ടത്തിൽ എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇന്ന് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇനിയൊരു 50 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുക? കത്തബ എന്ന് പറഞ്ഞാൽ ശരിക്കും റെക്കോർഡ് ചെയ്യാന്നർത്ഥം, രേഖപ്പെടുത്തുക. അതിൻ്റെ ഫോം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, സാക്ഷിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ സോഫ്റ്റ്വെയറുകളായി മാറും, ചിലപ്പോൾ സാക്ഷികളൊക്കെ അങ്ങനെയൊക്കെ മാറും. ഡിജിറ്റൽ ഫോമിലേക്ക് ഒരു എഴുത്തും അതിൻ്റെ സ്റ്റോറേജും ഒക്കെ മാറും. പക്ഷേ ആ സിസ്റ്റം അങ്ങനെ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അത് എന്തിനാണ്? നമുക്ക് കൂടുതൽ ഉറപ്പുണ്ടാവാനാണ്, സംശയം ഇല്ലാതിരിക്കാനാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് നീതിയോടുകൂടെ നിൽക്കാനാണ്, ഒക്കെയാണ്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ കടവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ആയത്താണിത്. ഇന്ന് ഈ ആയത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. സൂറത്തുൽ ബഖറയിലെ നമ്മൾ 11 ഭാഗം, യാ അയ്യുഹല്ലദീന ആമനു തുടങ്ങുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ഈ ആയത്ത് ഓതിയിട്ട് നമുക്ക് നിർത്താം. ബിസ്മില്ലാഹിർ യാ അയ്യുഹല്ലദീന ആമനു, എൻ്റെ കൂടെ ഓതിക്കോളൂ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ ولا يأب كاتب أن يكتب كما علمه الله
ഫല്യക്തുബ് ബൈനകും ബിൽ അദ്ൽ. അവരുണ്ട് എൻ്റെ കണക്ഷൻ വിട്ടുപോയി. വലാ യഅബ കാതിബുൻ അത് മുതലുണ്ട്. ولا يأبى كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. ഇൻഷാല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥൻ മാപ്പ് നൽകി പുറത്തു നൽകി നമ്മെ എല്ലാം അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ്റെ ശഫാഅത്ത് നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على نبينا محمد.